നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. 1891 മമ്മികളെക്കുറിച്ചും പിരമിഡുകളെക്കുറിച്ചും പഠനം നടത്താനായി ബ്രിട്ടീഷ് പര്യവേക്ഷകനായ ഹോവാർഡ് കാർട്ടറും സംഘവും ഈജിപ്തിൽ എത്തുന്നു. അന്ന് ഈജിപ്ത് ബ്രിട്ടന്റെ അധീനതയിലാണ്. കുറച്ചുകാലം കൊണ്ടുതന്നെ കാർട്ടറുടെ ശ്രദ്ധ തൂത്തൻഖാമനിലേക്ക് തിരിഞ്ഞു. ഈജിപ്തിന്റെ ചരിത്രത്തിൽ അധികം അറിയപ്പെടാത്ത കൗമാരപ്രായത്തിൽ മരിച്ച ചക്രവർത്തി. 6 വർഷം കാർട്ടർ തൂത്തൻഖാമന്റെ കല്ലറ തേടി അലഞ്ഞു. ഒടുവിൽ 1922 നവംബറിൽ ആ കല്ലറ കാർട്ടറും സംഘവും കണ്ടെത്തി. കല്ലറയുടെ വാതിലിലെ ദ്വാരത്തിലൂടെ ഒരു മെഴുകുതിരി നീട്ടിയ കാർട്ടർക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കാണുന്നിടത്തെല്ലാം സ്വർണം, അതിശയകരമായ മറ്റു വസ്തുക്കൾ, വിലമതിക്കാനാകാത്ത നിധി. 1923 ഫെബ്രുവരിയോടെ കാർട്ടർ തൂത്തൻഖാമന്റെ ശവപേടകം കണ്ടെടുത്തു. പേടകത്തിന്റെ മൂടി തുറന്നപ്പോൾ പൂർണ്ണമായും സ്വർണം കൊണ്ടുള്ള മനുഷ്യരൂപത്തിൽ നിർമ്മിച്ച മറ്റൊരു പേടകം, തൂത്തൻഖാമന്റെ മമ്മി. മൃതശരീരം അടക്കി 3300 വർഷങ്ങൾക്കു ശേഷം ആദ്യമായി ആ മമ്മി ലോകം കണ്ടു. ഫറവോ തൂത്തൻഖാമന്റെ മൃതിയറയിൽ നിന്ന് കണ്ടെത്തിയ പുരാവസ്തുക്കളിൽ ചിലത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യത്തിന് ഉപയോഗിച്ചിരുന്നു എന്നാണ് പുതിയ പഠനം. ഈജിപ്ഷ്യൻ മിത്തോളജി പ്രകാരം പാതാള ലോകത്തിന്റെ ദേവനായ ഒസിരിസിനെ ഉണർത്താനായി നടത്തപ്പെട്ട അവേക്കനിങ് ഓഫ് ഒസിരിസ് എന്ന ചടങ്ങിനായാണ് ഇവ ഉപയോഗിച്ചത് എന്നാണ് യേൽ സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നത്. സ്വന്തം സഹോദരനായ സേത്തിനാൽ ഒസിരിസ് കൊല്ലപ്പെട്ടു എന്നും ഒസിരിസിന്റെ മകൻ ഹോറൂസ് പിതാവിനെ മരണത്തിൽ നിന്ന് തിരികെ എത്തിച്ചു എന്നുമാണ് ഐതിഹ്യം. ഈ കഥയുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു ചടങ്ങ് മൃതിയറകളിൽ നടത്തിയിരുന്നത്. തൂത്തൻഖാമന്റെ മൃതിയറയിൽ കണ്ടെത്തിയ 4 കളിമൺ തൊട്ടികളും 4 കോലുകളും ഇതിനായാണ് ഉപയോഗിച്ചിരുന്നതത്രേ. നൈൽ നദിയിൽ നിന്നുള്ള ജലമാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് ഗവേഷകർ പറയുന്നു. തൂത്തൻഖാമൻ BC 1333 മുതൽ 1323 വരെ ഈജിപ്റ്റ് ഭരിച്ച ചക്രവർത്തി. അഖേനാടനിന് ശേഷം തന്റെ 9ാമത്തെ വയസ്സിൽ അധികാരത്തിലെത്തി. തീരെ ചെറുപ്പമായതിനാൽ തൂത്തൻഖാമനെ അധികാരത്തിൽ സഹായിക്കാനായി ഹോറെംഹെബ് എന്നീ ഉപദേഷ്ടാക്കളും ഉണ്ടായിരുന്നു. അഖേനാടൻ, തൂത്തൻഖാമൻ, തുടങ്ങിയ രാജാക്കന്മാരുടെ വാഴ്ചയെ അമാർണ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അമാർണ കാലഘട്ടത്തിൽ ഉൾപ്പെട്ട രാജാക്കന്മാരുടെ പേരുകൾ ചരിത്രത്തിൽ നിന്ന് പുറത്താക്കാൻ പ്രാചീന ഈജിപ്തുകാർ ശ്രമിച്ചിട്ടുണ്ട്. അഖേനാടന്റെ മതപരിഷ്കാരങ്ങളാകാം ഇതിന് കാരണമായി പറയപ്പെടുന്നത്. ഇവരുടെ കല്ലറകളും അപ്രധാനമായാണ് പണിതിട്ടുള്ളത്. എന്നാൽ എന്ത് അപ്രധാനമാക്കുവാൻ ശ്രമിച്ചുവോ അതിന്റെ വിപരീതമാണ് സംഭവിച്ചത്. ഹോവാർഡ് കാർട്ടർ എന്ന ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ തൂത്തൻഖാമന്റെ മൃതിയറ കണ്ടെത്തലോടെ തൂത്തൻഖാമൻ പ്രാചീന ഈജിപ്തിന്റെ ചിഹ്നമായി മാറി. ഇന്നും മമ്മികളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ അറിയാതെയെങ്കിലും തൂത്തൻഖാമന്റെ രൂപമാണ് തെളിയുന്നത്. അഖേനാടന്റെ മകളായ അൻഖേസൻ പാറ്റണുമായാണ് തൂത്തൻഖാമന്റെ വിവാഹം നടന്നത്. അഖേനാടൻ മാറ്റിമറിച്ച ഈജിപ്തിന്റെ പഴയ ആരാധനാ രീതികളും വിശ്വാസങ്ങളും തിരികെ കൊണ്ടുവന്നത് തൂത്തൻഖാമനാണ്. എന്നാൽ തന്റെ 19ാമത്തെ വയസ്സിൽ തൂത്തൻഖാമൻ അന്തരിച്ചു. മലേറിയയായിരുന്നു, അസ്ഥിരോഗമാണ്, കൊലപാതകമാണ് തുടങ്ങി വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് തൂത്തൻഖാമന്റെ മരണത്തെക്കുറിച്ച് പ്രചരിക്കുന്നത്. ഈജിപ്തിലെ ഫറവോമാരുടെ കല്ലറ തുറന്നെത്തുന്നവരെ കാത്തിരുന്ന ഒരു ശാപവാക്യമുണ്ട്: ചക്രവർത്തിയുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നവർ ശപിക്കപ്പെട്ടവരായിത്തീരും. ആർക്കും ചികിത്സിക്കാനാകാത്ത രോഗങ്ങളാൽ ഇവർ മരണം വരിക്കും. ഈ ശാപമെന്നോണം തൂത്തൻഖാമന്റെ മമ്മി കണ്ടെത്തിയ വർഷം പര്യവേഷണ പണം നൽകിയ ബ്രിട്ടനിലെ കാർണോവറൻ പ്രഭു അന്തരിച്ചു. ഇടതുകവിളിൽ ഒരു കൊതുക് കടിച്ച് ഒരു വലിയ തുടിപ്പ് രൂപപ്പെടുകയും അത് വ്രണമാകുകയും അണുബാധയുണ്ടാകുകയുമായിരുന്നു. ആ മരണത്തിന് കാരണം തൂത്തൻഖാമന്റെ ശാപമാണെന്ന് പലരും വിശ്വസിച്ചു. കർണോർവാൻ പ്രഭുവിനു ശേഷം തൂത്തൻഖാമന്റെ കല്ലറയിരുന്ന സ്ഥലം ഖനനം ചെയ്യാൻ അനുമതി നൽകിയ ഈജിപ്തിലെ രാജകുമാരൻ അലി കമേൽ ഹാമിയെ ഭാര്യ വെടിവെച്ചു കൊന്നു. മമ്മിയിൽ എക്സ്റേ പരിശോധന നടത്തിയ സർ ആർച്ചിബാൾഡ് റീഡ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. പര്യവേക്ഷക സംഘത്തിന് പ്രോത്സാഹനം നൽകിയ സർലി സ്റ്റാക്കും കൊല്ലപ്പെട്ടു. പര്യവേക്ഷക സംഘത്തിലുണ്ടായിരുന്ന ആർതർ മേസ്, ആർസനിക് എന്നിവർ പര്യവേക്ഷക സംഘത്തിലുണ്ടായിരുന്ന ആർതർ മേസ് ആർസനിക് വിഷാംശം ഉള്ളിൽ ചെന്ന് മരിച്ചു. കാർട്ടറിന്റെ സെക്രട്ടറിയായ റിച്ചർഡ് ബെത്തലിനെ ശ്വാസം മുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. അങ്ങനെ ഓരോ മരണവും തൂത്തൻഖാമന്റെ ശാപമായി അറിയപ്പെടാൻ തുടങ്ങി. എന്നാൽ ഹോവാർഡ് കാർട്ടർ ഇതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. പിന്നെയും 17 വർഷങ്ങൾ കഴിഞ്ഞ് 1939 കാർട്ടർ മരിക്കുന്നത്. ക്യാൻസർ ആയിരുന്നു മരണകാരണം. കഥകൾ പലതും പ്രചരിച്ചെങ്കിലും കാർട്ടറുടെ കണ്ടെത്തലോടെ തൂത്തൻഖാമനിലൂടെയാണ് ഈജിപ്തിലെ പിരമിഡുകളും മമ്മികളും പ്രശസ്തിയാർജിച്ചത്. ഇന്നും മമ്മി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തുന്ന രൂപമായി തൂത്തൻഖാമൻ മാറുകയായിരുന്നു.
ലോകം ഈജിപ്തിലേക്ക് ഒഴുകിത്തുടങ്ങി. ഗ്രാൻഡ്സ് ഈജിപ്ഷ്യൻ മ്യൂസിയമാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയം. തൂത്തൻഖാമന്റെ കല്ലറയിൽ നിന്ന് കണ്ടെടുത്ത എല്ലാ വസ്തുക്കളും സന്ദർശകർക്ക് കാണാൻ അനുവാദമില്ലായിരുന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമായി ഗ്രാൻഡ്സ് ഈജിപ്ഷ്യൻ മ്യൂസിയം കഴിഞ്ഞ ദിവസം തുറന്നതോടെ തൂത്തൻഖാമന്റെ ശവകുടീരവും ഇനി കാണാം. ശവകുടീരത്തിൽ നിന്നായി കണ്ടെത്തിയ 5500 വസ്തുക്കളാണ് മ്യൂസിയത്തിൽ ഉള്ളത്. തൂത്തൻഖാമന്റെ കല്ലറയിൽ നിന്നുള്ള ഒന്നും തന്നെ ഇനി രഹസ്യമായി സൂക്ഷിക്കുന്നില്ല എന്നാണ് മ്യൂസിയം മേധാവി വ്യക്തമാക്കിയത്. ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ പറയുന്നതനുസരിച്ച് തൂത്തൻഖാമന്റെ കല്ലറയിൽ നിന്ന് വീണ്ടെടുത്ത വസ്തുക്കൾക്കായി പ്രത്യേകം വിഭാഗം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. 6 രഥങ്ങൾ, സ്വർണ്ണ സിംഹാസനം, സ്വർണം പൊതിഞ്ഞ സാർക്കോഫാഗസ്, ശവസംസ്കാര പേടകത്തിന്റെ മുഖംമൂടി എന്നിവയെല്ലാം ഗാലറിയിലുണ്ട്. തൂത്തൻഖാമന്റെ കല്ലറയിൽ നിന്നുള്ള വസ്തുക്കൾക്ക് പുറമെ റാംസെസ് രണ്ടാമന്റെ ഗ്രാനൈറ്റ് പ്രതിമ, കിങ് ഖുഫുവിന്റെ 4600 വർഷം പഴക്കമുള്ള സോളാർ ബോട്ട് എന്നിവയും പ്രദർശനത്തിനുണ്ട്. 5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഏകദേശം 70 ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പത്തിലാണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ചരിത്രകഥകളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.